നമുക്കറിയാലോ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ, വെറും സമ്പന്നത പറയാനില്ല, അതിസമ്പന്നരായ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത് BCCI ആണ്. അതായത് ICCനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, എടുത്ത് അമ്മാനമാടാൻ കഴിയുന്ന ഒരു ബോർഡ് തന്നെയാണ് BCCI. കാരണം അതിനുമാത്രം കാശാണ് ഇവരുടെ കയ്യിൽ, അതിനു മാത്രം കാശ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇവരുടെ കണക്ക് എത്രയാണ് രേഖപ്പെടുത്തിയെന്ന് അറിയോ? 9,741 കോടി രൂപ. എന്തായാലും ഒരു സംസ്ഥാനത്തിൻ്റെയൊക്കെ വരുമാന കണക്ക് പുറത്തു വിടുന്ന പോലെ അത്രയ്ക്കുണ്ടെന്ന്. ഈ കാശിൽ ഏറ്റവും കൂടുതൽ വരുമാനമായി ഇവർക്ക് കിട്ടുന്നത് ഒരു സംശയമില്ല IPL തന്നെയാണ്. അതായത് 59% വരുമാനവും വരുന്നത് IPL നിന്നാണ്. 5,761 കോടി രൂപയാണ് IPL നിന്നും BCCIക്ക് കിട്ടിയിരിക്കുന്നത്. 2008 IPL തുടങ്ങുക എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ് ആക്ച്വലി BCCI ഇതുപോലെ കോടീശ്വരന്മാരാക്കി കളഞ്ഞിട്ടോ. ICL എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റിലേക്ക് ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ആയിട്ട് ആക്ച്വലി തുടങ്ങിയൊരു സംഭവമാണ്. അത് സക്സസ് ആയത് ആലോചിച്ചത്. സക്സസ് ആയതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലോക ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് IPL ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ IPL കളിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലെയും പ്രഗത്ഭരായ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉള്ള താരങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്. നിക്കോളസ് പൂരൻ, ഹെൻറിച്ച് ക്ലാസൻ, ആന്ദ്രെ റസൽ, കിൻഡൻ ഡീകോക്ക്, മാർക്കസ് സ്റ്റോയിനസ്, എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് അറിയാം. പൈസയുടെ ഒരു ആധിക്യം അതിങ്ങനെ എല്ലാവരെയും കണ്ണിങ്ങനെ മഞ്ഞളിപ്പിച്ച് രാജ്യത്തെയൊക്കെ മറന്ന് IPLിലേക്ക് ഓടി വരാനായിട്ട് പ്രലോഭിപ്പിക്കുകയാണ് പലരെയും. നമ്മൾ ആലോചിച്ച് നോക്ക്. സാധാരണയായി ജോലി ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിന്നും എത്രയോ പൈസ വിസയ്ക്ക് മുടക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അല്ലേ, അധിക വരുമാനത്തിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമാനത്തിന് വരുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഈ ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെറിയ ഉപ്പ പരിപാടിയൊന്നുമില്ല. കോടികൾ 28 കോടി, 26 കോടി, 21 കോടി, 15 കോടി, 12 കോടി, ഇതിനൊക്കെയാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. അതൊക്കെ ഓരോ സീസൺ കഴിയും തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്.